കേരളത്തിലെ വിഷുമായ സ്വാമി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷുമായ സ്വാമി ക്ഷേത്രം. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷുമായ സ്വാമി ക്ഷേത്രത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഏകദേശം 400 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലാണ്. ഇന്നും ഈ ക്ഷേത്രത്തിൽ പരമ്പരാഗതമായി വളരെ പഴയതും രഹസ്യ സ്വഭാവമുള്ളതുമായ ശാക്തേയ പൂജകളും മറ്റും ഏറ്റവും ഭംഗിയോടുകൂടിയും ഏറ്റവും ശുദ്ധിയോടുകൂടിയും നടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനായി കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു. കൂടാതെ സാമൂഹിക കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ പലരും ഇവിടെ ദർശനം നടത്താറുണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷുമായ സ്വാമിയുടെ ചരിത്രം ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ഇവിടെ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതായത് വിഷുമായ സ്വാമിയുടെ ജനനം മുതൽ അവതാരോദ്ദേശം എല്ലാം ഏറ്റവും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ട് ഈ ക്ഷേത്രത്തിൽ കാണാം. എല്ലാ വിഷുമായ സ്വാമി ക്ഷേത്രങ്ങളിലെയും ഒരു പ്രത്യേകതയാണ് ജാതി മത ഭേദമന്യേ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാമിയെ കാണാം, ദർശനം സ്വീകരിക്കാം, അനുഗ്രഹം സ്വീകരിക്കാം. ഈ ക്ഷേത്രത്തിൽ ഗണപതി, മുരുകൻ, അയ്യപ്പൻ, ഭുവനേശ്വരി ദേവി, ബ്രഹ്മരക്ഷത്ത് തുടങ്ങിയവരും ഉപദേവതകളായി സ്വാമിയോടൊപ്പം കുടികൊള്ളുന്നുണ്ട്. ഐശ്വര്യ പ്രഭാവസ്ഥാനമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കൊടിമരമുള്ള ഭാരതത്തിലെ ഏക വിഷുമായ സ്വാമി ക്ഷേത്രമാണ്. വേറെ ഒരു വിഷുമായ സ്വാമി ക്ഷേത്രങ്ങളിലും കൊടിമരം നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് മധ്യാഹ്ന നൃത്ത ദർശനം എന്ന് പറയും. അതായത് ആ സമയത്ത് നമ്മൾ ഭക്തജനങ്ങൾ ആര് ചെന്നാലും അവിടെ നൃത്തരൂപത്തിലുള്ള സ്വാമിയെ കാണാം. സ്വാമിയോട് നമ്മുടെ വിഷമങ്ങൾ പറയാം. സ്വാമി അങ്ങനെ നമ്മൾ വിഷമം പറയുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രശ്നപരിഹാര പൂജകൾ നിർദ്ദേശിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും അതായത് ആഗ്രഹം എന്താണോ സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് എല്ലാ ദിവസവും 12 മണിക്ക് ഈ ക്ഷേത്രം നടന്നു വരുന്നു. ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തിന്റെ മതില്, കവാടം എല്ലാം ക്ഷേത്രത്തിന്റെ ഉൾവശമെല്ലാം അതിഗംഭീരമായിട്ട്, അതായത് ഒരു ആർഭാടത്തിന്റെ മൂർധന്യഭാവം എന്ന് പറഞ്ഞ പോലെ അത്രയും ഭംഗിയായിട്ട് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ് 41 അടിയോളം ഉയരമുള്ള ശ്രീ ശിവപാർവതി വിഷ്ണുമായ ശില്പം. അതോടൊപ്പം വിഷ്ണുവാഹനമായ 21 അടിയോളം ഉയരമുള്ള ഗരുഡ ശില്പവും കാണാം. ശ്രീ ആവണയങ്ങാട്ടിൽ കളരി. ശ്രീ വിഷുമായ സ്വാമിയുടെ മൂലസ്ഥാനം എന്ന് വിളിക്കപ്പെടുന്ന ക്ഷേത്രമാണ് ആവണയങ്ങാട്ടിൽ കളരി. ഇവിടെ ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോൺ, ക്യാമറ എന്നിവ അനുവദനീയമല്ലാത്തതിനാൽ നമുക്കിവിടെ വീഡിയോ എടുക്കാനോ നിങ്ങളെ കാണിക്കാനോ പറ്റില്ല. മാന്ത്രിക ശക്തിക്ക് പേരുകേട്ട ഈ ക്ഷേത്രത്തിൽ വിഷുമായ സ്വാമിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ 390 സഹോദരന്മാരുടെയും സാന്നിധ്യം ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ മധ്യഭാഗത്തുള്ള, അതായത് തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പെരിങ്ങോട്ടുകരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്ത് വളരെ ചെറിയ ഒരു ശ്രീകോവിലായിരുന്നു എന്നും കേളുണ്ണിപ്പണിക്കർ ആണ് ഈ കളരിയിൽ വിഷുമായ സ്വാമിയെ പ്രതിഷ്ഠിച്ചതെന്നും ഐതിഹ്യത്തിൽ പറയുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിൻ്റെ, അതായത് വിഷുമായ സ്വാമിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഇവിടെ പൂജകൾ നടക്കുന്നതെന്നാണ് വിശ്വാസം. മാത്രമല്ല നമ്മൾ മുന്നേ പറഞ്ഞ പോലെ എല്ലാ മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ്. നിലവിൽ ഇവിടുത്തെ ഭരണം ക്ഷേത്രം ട്രസ്റ്റാണ് നടത്തുന്നത്. നെൽവയലിനാൽ ചുറ്റപ്പെട്ട 10 ഏക്കർ സ്ഥലത്തിനുള്ളിലായാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്.
ഇവിടുത്തെ മറ്റു പ്രത്യേകതകളിലൊന്ന് വടക്കു വശത്തുള്ള അന്നദാന മണ്ഡപത്തിൽ ദിവസവും ഭക്തർക്ക് അന്നദാനം നൽകി വരുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം തിറവള്ളാട്ട് മഹോത്സവമാണ്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ഈ ഉത്സവത്തിൽ പങ്കെടുക്കാനും മാത്രമല്ല സാധാരണ ദിവസങ്ങളിലും ദർശനം സ്വീകരിക്കാനും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിപ്പെടുന്നു. പിന്നെ വേറൊരു പ്രത്യേകത, ആവണയങ്ങാട്ടിൽ കളരിയും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം തമ്മിലുള്ളൊരു ബന്ധം നമുക്ക് ഏറ്റവും വ്യക്തമായി കാണാൻ പറ്റുന്നത് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇന്നും ഒരു ഭണ്ഡാരം ആവണയങ്ങാട്ടിൽ വിശ്വമായ സ്വാമിക്കായിക്കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് കാനാടിക്കാവ് ശ്രീ വിശ്വമായ സ്വാമി ക്ഷേത്രം. ഇവിടെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അനുവദനീയമല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ കൂടുതലൊന്നും കാണിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തായിട്ട് 2 സൈഡുകളിലും പലതരത്തിലുള്ള, അതായത് ഈ ഡാൻസ് പോസ്റ്റേഴ്സ്, പല ദേവതകളുടെ വിഗ്രഹങ്ങളെല്ലാം പണിത് വെച്ചിട്ടുണ്ട്. ഇഷ്ടികയിൽ ചെയ്തിട്ട് സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് പെയിൻറ്റിങ് ചെയ്തേക്കാണ് വിഗ്രഹങ്ങൾ. പക്ഷേ കാണാൻ വളരെ ഭംഗിയുള്ള വിഗ്രഹങ്ങളാണ് 2 സൈഡിലും വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് രൂപക്കള ദർശനം തന്നെയാണ്. പിന്നെ തിറവള്ളാട്ട് തുടങ്ങിയ വഴിപാടുകളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അമാവാസി പൗർണമി ദിവസങ്ങളിലെ പൂജകളും ഏറ്റവും വിശേഷപ്പെട്ടതാണ്. പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് വിശ്വമായ സ്വാമിയുടെ കൽപ്പന കേൾക്കാൻ ഇവിടെ വന്ന് സാധിക്കും. അതിനായിട്ട് ജാതി മതഭേദമന്യേ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ദിവസം വരുന്നുണ്ട്. കൽപ്പന കേൾക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ സ്വാമിയോട് പറയുകയും അതിനനുസരിച്ച് പ്രതിവിധികളും വഴിപാടുകളും സ്വാമി നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അത് പ്രകാരം വഴിപാടുകളും പ്രതിവിധികളും ചെയ്താൽ ആ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് വിശ്വാസം. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് കിഴക്ക് വശത്ത് നല്ലൊരു കുളവും അതിന് ചുറ്റും ഇതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ വിഗ്രഹങ്ങളും പണിത് വെച്ചിട്ടുണ്ട്. ദശാവതാരം, കൈലാസ കുടുംബം തുടങ്ങിയ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഇരുവശത്തായിട്ട് വലിയ 2 മഹിഷ വിഗ്രഹങ്ങൾ കാണാൻ പറ്റും.